എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പഴന്നീർ പോവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഞാൻ ശ്രുതിയും വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും പറയും, ഞാൻ ഒരു ബിസിനസ് സംബന്ധമായ കാര്യം പറയാനാണ് എല്ലാവരെയും വിളിച്ചത്. എൻ്റെ ഷോപ്പിലേക്ക് എൻ്റെ സുഹൃത്ത് ആനന്ദം മുഖേന ഒരു ഇൻ്റർനാഷണൽ ഡീലർഷിപ്പിൻ്റെ കാര്യം ശരിയായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് പറയും. അപ്പോൾ ചന്ദ്ര ചോദിക്കും, അതെന്താ മോനെ ഇൻ്റർനാഷണൽ ഡീലർഷിപ്പ്? അത് അമ്മേ, ഒരു വിദേശത്തുള്ള ആനന്ദൻ്റെ ഫ്രണ്ട് മുഖേന വന്ന ഒരു ഡീലർഷിപ്പാണ്. ഇപ്പം കിട്ടിയ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പരമാവധി അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഞാനൊരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആണല്ലോ. അപ്പം എൻ്റെ ഫാമിലിയിലുള്ളവരും അതേ കണക്ക് റിച്ച് ആയിരിക്കണം. എൻ്റെ സഹോദരങ്ങളും അച്ഛനും അമ്മയും ഒക്കെ വിദേശത്തുള്ള രീതിയിലാണ് എല്ലാവരും പെരുമാറേണ്ടത്. അവർ ഉടനെ തന്നെ ആ ഒരു ടീം നാട്ടിലോട്ടെത്തും. അപ്പം ഞങ്ങളുടെ വിവാഹ വാർഷികത്തോട് സംബന്ധിച്ച് നമുക്ക് അവർക്കൊരു പാർട്ടി ഏതെങ്കിലും ഒരു 7 സ്റ്റാറിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും അവരോട് അതേ രീതിയിൽ പെരുമാറണം. നല്ല സ്റ്റാൻഡേർഡായിട്ടൊക്കെ പെരുമാറണം. പെരുമാറ്റത്തിലൊക്കെ അതുണ്ടായിരിക്കണം എന്നൊക്കെ സച്ചിയെ നോക്കി പറയും. അതാണ് നീ എന്നെ നോക്കി അങ്ങനെ പറയാൻ കാരണം? അത് ഞാൻ എല്ലാവരെക്കുറിച്ചും കുറച്ച് പുകഴ്ത്തിയാണ് പറഞ്ഞേക്കുന്നത്. നീ ഒരു കാർ ഡ്രൈവറാണല്ലോ. നീ ഒരു ട്രാവൽസിൻ്റെ ഒരു 5-6 ട്രാവൽസ് ഉണ്ട് നിനക്ക്, അതിൻ്റെ ഓണറാണ്. പിന്നെ ശ്രീകാന്തിന് 2 ഹോട്ടലിൻ്റെ ഓണറാണെന്നൊക്കെ പറയും. എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അതിശയത്തോട് കേട്ട് നിൽക്കും. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട്. അപ്പം അതേ കണക്ക് വേണം അവരോട് പെരുമാറാനും സംസാരിക്കാനും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് സച്ചിയെയും ശ്രീകാന്തിനെയും വിളിച്ചുകൊണ്ട് ശ്രുതി അങ്ങ് ടെറസിന് മേലോട്ട് പോയി സംസാരിക്കും. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ട്രാവൽസിൻ്റെ മുതലാളിയാണെന്നോ? അതെ, അവർ വരുന്ന ഭയങ്കര ബിസിനസ് ടീമല്ലേ വരുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ നമുക്ക് മോശക്കാരാവാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഡീലർഷിപ്പ് അല്ലത്. എന്നെക്കുറിച്ച് കുറച്ച് പുകഴ്ത്തിയാണ് ആനന്ദൻ അവരോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ളവരും അതുപോലെ ആയിരിക്കുമെന്ന് അവർ കരുതും. അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം. എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ. നീയൊരു ഫ്രോഡാണ്, നീ എന്ത് ചീറ്റിങ് ചെയ്യുമെന്ന് പറയും. അപ്പം ശ്രീകാന്ത് ചോദിക്കും, എന്തിനാ സുധിയേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ. അങ്ങനെ പറഞ്ഞാൽ ഡീലർഷിപ്പ് കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ല, അവനെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് പറയും. അതിനൊക്കെ വില കൂടിയ സൂട്ടും കോട്ടും ഒക്കെ ഇടണമെന്ന് പറയും. അതൊക്കെ ഞാൻ മേടിച്ചു തരാം, നീ മേടിച്ചു തരും. അതേ കണക്ക് പെരുമാറാൻ വേണ്ടിയല്ലോ നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു മേക്ക് ഓവർ മാറ്റണം. ശ്രീകാന്തിന് വലിയ കുഴപ്പമില്ല, പക്ഷെ നിൻ്റെ പെരുമാറ്റമൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറയും. നീ കൂടുതൽ സംസാരിക്കണ്ട ആ ചോദിക്കും എനിക്ക്. അപ്പം ശ്രീകാന്ത് പറയും, സാരമില്ല സച്ചിയേട്ടാ, ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഫാൻസി ഡ്രസ്സൊക്കെ കളിക്കുന്ന കണക്ക് പെരുമാറിയാൽ മതി. സച്ചിയേട്ടൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടിയില്ലേ, സാരമില്ല, വലിയ കുഴപ്പമൊന്നും കാണത്തില്ലെന്ന് പറയും. ശരി, നീ പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കാമെന്നൊക്കെ പറയും. അല്ല, ഇതിപ്പം ഞങ്ങളിങ്ങനെ പെരുമാറി ഞങ്ങളുടെ ഭാര്യമാരും അങ്ങനെ പെരുമാറുണ്ടായോ എന്ന് സച്ചി ചോദിക്കും. നിങ്ങളുടെ കാര്യം മാത്രം ഞാൻ നോക്കാം, അവരുടെ കാര്യം വർഷ നോക്കിക്കോളൂ എന്ന് പറയും. അങ്ങനെ ശ്രുതി ഇങ്ങോട്ട് വന്നിട്ട് വർഷയെയും രേവതിയെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കും. ചോദിക്കും, എന്തിനാ ചേച്ചി ഇങ്ങനെ കള്ളമൊക്കെ പറയുന്നത്? ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഇപ്പം സുധിയേട്ടൻ ഒരു ബിസിനസ്സുകാരനല്ലേ, അപ്പോൾ ആ രീതി പെരുമാറിയാൽ പോരെ. അയ്യോ, പക്ഷേ നമ്മൾ പറഞ്ഞതല്ല, ഇത് ആനന്ദം തന്നെ എല്ലാം പറഞ്ഞു. ആനന്ദൻ്റെ സ്റ്റേറ്റ്സിലുള്ള ഒരു ഫ്രണ്ട് മുഖേന വന്നൊരു ഡീലർഷിപ്പായത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡിലൊക്കെ ജീവിക്കുന്നവരും പെരുമാറുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ടീം നമ്മുടെ ഒരു പാർട്ടിക്ക് വരുമ്പം നമ്മൾ അതേപോലെയൊക്കെ അവരോട് നിൽക്കണ്ടായോ എന്ന് പറയും. അതിപ്പം കൂടുതലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സച്ചിക്കൊരു ട്രാവൽസ്, ഒരു 5-6 ട്രാവൽസ് ഉണ്ട്. പിന്നെ അപ്പോൾ രേവതി ട്രാവൽസിൻ്റെ മുതലാളിയോ? അതിപ്പം രേവതിയുടെ ആഗ്രഹം എന്താ? സച്ചി 2 കാറിൽ എടുക്കണമെന്നാണോ? രേവതിയുടെ ആഗ്രഹമില്ല സച്ചി ഇനിയും ഒരുപാട് കാറുകൾ എടുക്കണമെന്നുള്ളത്. അതെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ കാറിലെടുത്ത് കുറച്ചുകൾ കഴിയുമ്പോൾ ട്രാവൽസ് ഇടും, ട്രാവൽസിൻ്റെ ഓണറാവും. അപ്പോൾ നമ്മളത് മുൻകൂട്ടി പറഞ്ഞ നിലയുള്ളതെന്ന് പറയും. ഇപ്പോൾ രേവതി അങ്ങ് മിണ്ടാതിരിക്കും. അതിനുശേഷം വർഷയെടുത്തോടെ, നിൻ്റെ ആഗ്രഹം എന്താ? പക്ഷേ ശ്രീകാന്ത് എന്നും ഇങ്ങനെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യണമെന്നാണോ? സ്വന്തമായിട്ട് ഹോട്ടലിൽ ഇടണമെന്ന് ശ്രീകാന്തിനും ആഗ്രഹമില്ലേ? ശ്രീകാന്തിന് ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഇച്ചിരി കൂട്ടി പറയുന്നു, ഒരു 2 ഹോട്ടലിലെ ഓണറാന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ല, അവൻ മുമ്പേ എല്ലാം പറഞ്ഞു വെച്ചതുകൊണ്ടല്ലേ. ഇപ്പോൾ അതിനുവേണ്ടി വേറൊന്നും ചെയ്യണ്ട. അവർ വരുമ്പോൾ അതേ നിങ്ങൾക്കുള്ള വേഷമൊക്കെ ഞാൻ മേടിച്ച് തരാം, ഡ്രസ്സൊക്കെ മേടിച്ച് തരാം. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് പെരുമാറിയാൽ മതിയെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, വർഷയെ കണ്ടാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ രേവതിയെ മൊത്തത്തിൽ മേക്ക് ഓവർ ചെയ്യണമെന്ന് പറയും. അപ്പം രേവതി പറയും, അത് ശരിയാണ്, വർഷയെ ഒന്നിച്ച് കാശുടെ വീട്ടിലെ കുട്ടിയില്ലേ, എന്നെ കണ്ടാൽ ശരിക്കും ഒരു നാടൻ പെൺകുട്ടിയാണ്, ഒരു നാട്ടിൻപുറത്തുകാരി. അപ്പോൾ എനിക്ക് അതേ രീതിയിലും പെരുമാറാൻ അറിയത്തില്ല. പക്ഷേ എത്ര വില കൂടി വേഷം വിട്ടാലും ഞാനായിരിക്കാനേ പറ്റത്തുള്ളൂ, ഞാൻ വരുന്നില്ലെന്നൊക്കെ പറയും. അയ്യോ രേവതി, അത് പറ്റത്തില്ല, നമ്മളെല്ലാവരെ കുറിച്ച് നേരത്തെ ഒരു ധാരണ കൊടുത്തു വെച്ചിട്ടുള്ളതാണ്. നീ വിഷമിക്കേണ്ട, അതെങ്ങനെ പെരുമാറണം എന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നിന്നെ മൊത്തത്തിൽ മേക്ക് ഓവർ ചെയ്ത് ഞാൻ മാറ്റിത്തരാം. നിൻ്റെ വീട്ടുകാരെയും വിളിക്കാമെന്ന് പറയും. വീട്ടുകാർ അയ്യോ വേണ്ട, എന്നെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഇനി വീട്ടുകാരെയും കൂടി വിളിച്ചു വരുത്തി അതിൻ്റെ ഏതും കാര്യമില്ല, അത് നിങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അമ്മയ്ക്കൊന്നും നിങ്ങൾ പറഞ്ഞ കണക്കൊന്നും അഭിനയിക്കാനൊന്നും അമ്മയ്ക്കൊന്നും പറ്റത്തില്ല എന്ന് പറയും.
അങ്ങനെ വർഷ പറഞ്ഞ സമാധാനമായി, ഇനി അവരെയും കൂടി ഞാൻ മേക്കപ്പ് ചെയ്യണ്ടല്ലോ എന്നൊരു ആശ്വാസം വർഷയ്ക്കുണ്ടായിരുന്നു. അപ്പം പറയും എന്തായാലും ചെയ്യാൻ രേവതി ചേച്ചി, ശ്രുതി ചേച്ചി ഇത്രയും പറഞ്ഞില്ലേ, ഒരു ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ പറയും. അല്ല ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ ഭർത്താക്കന്മാരോ അവരുടെ കാര്യമൊക്കെ ശ്രുതി നോക്കിക്കോളൂ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും അതിന് സമ്മതിക്കും. ശ്രുതി പറയുന്ന കണക്ക് അതേ വേഷമൊക്കെ ഇട്ട് അതേ കണക്ക് ആ ബിസിനസ്സിന് വേണ്ടി സംസാരിക്കാമെന്നുള്ള കാര്യം ശ്രുതിയും വർഷയും രേവതിയും ഒരുമിച്ച് നിൽക്കും, നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അതിനുശേഷം സച്ചി റൂമിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് രേവതിയും വരും. അങ്ങനെ ഇതാരാ ഇരിക്കുന്നത്, 2 ട്രാവൽസിൻ്റെ മുതലാളിയോ? അതെപ്പോൾ കുറച്ച് മുമ്പ് ശ്രുതി വന്ന് പറഞ്ഞിട്ട് പോയുള്ളെന്ന് പറയും. ഓ എന്തോ ഒരു ഉടായ്പുണ്ട് രേവതി, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറയത്തില്ല, എനിക്കിടാനുള്ള വേഷമൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്കുള്ളത് വർഷയും മേടിച്ചു തരാമെന്ന് പറഞ്ഞു. 2 ഫ്ലോറുകൾ ചേർന്ന് എന്തൊക്കെ ഒപ്പിച്ച് വെക്കാനാണെന്ന് ചോദിക്കും. എന്തായാലും അവർക്കൊരു നല്ല ബിസിനസ്സിന് വേണ്ടിയല്ലേ സച്ചിയേട്ടാ, വേറെ കുഴപ്പമൊന്നും കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ഒരു അച്ഛനും അമ്മയും എല്ലാം അതിന് സമ്മതിച്ചത്. നമ്മളായിട്ട് ഇനി എതിരൊന്നും പറയാൻ നിൽക്കേണ്ട, അവർക്കൊരു നല്ല കാര്യം വരുന്നെങ്കിൽ അത് സംഭവിക്കട്ടെ, നമുക്കും അതിൽ പങ്കാളികളാകാൻ പറ്റിയത് വലിയ കാര്യമില്ല എന്നൊക്കെ പറയും. അങ്ങനെ അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി അവരുടെ ഒരു ബിസിനസ് ടീം വരുന്ന സമയത്ത് രേവതിയും വർഷയും ശ്രുതിയൊക്കെ ഭയങ്കര സ്റ്റൈലിഷായിട്ടുള്ള വേഷമൊക്കെ ഇട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.